അതിനിടെ റഷ്യയുമായി പ്രതിരോധ മേഖലയിൽ 5083 കോടിയുടെ കരാറിൽ ഇന്ത്യ ഒപ്പുവെച്ചിരിക്കുന്നു. നാവികസേനയ്ക്കായി സ്റ്റിൽ മിസൈലുകൾ വാങ്ങും. കരയിൽ നിന്ന് വായുവിലേക്ക് തൊടുക്കാവുന്നതാണ് ഈ മിസൈലുകൾ. HALയുമായി ഹെലികോപ്റ്റർ കരാറിലും പ്രതിരോധ മന്ത്രാലയം ഒപ്പുവെച്ചിരിക്കുന്നു. ഫൈസൽ ഹംസയാണ് ചേരുന്നത്. ഫൈസൽ, യുദ്ധ സാഹചര്യത്തിനപ്പുറം ഇന്ത്യയുടെ നീക്കങ്ങൾ എന്തൊക്കെയാണ്? പ്രതിരോധ മേഖലയിൽ കൂടുതൽ കരാറുകളിൽ ഒപ്പിടുകയാണ്. വിശദാംശങ്ങൾ എന്താണ്? വിനിത, നയതന്ത്രപരമായി വളരെ പ്രാധാന്യമുള്ള ഒരു കരാറിലാണ് ഇന്ത്യ ഇപ്പോൾ ഒപ്പുവെക്കുന്നത്. ഡൊണാൾഡ് ട്രംപിന്റെ വലിയ ഭീഷണി ഉണ്ടായിരുന്നു ഇന്ത്യയും റഷ്യയും തമ്മിൽ അടുക്കുന്നതിൽ. റഷ്യയിൽ നിന്നുള്ള എണ്ണ വാങ്ങുന്നതിലടക്കം ഇന്ത്യക്ക് ട്രംപ് ഏർപ്പെടുത്തിയിരുന്ന നിരോധനം അല്ലെങ്കിൽ വലിയ ഭീഷണികൾ നമ്മൾ കണ്ടിരുന്നതാണ്. അക്കാര്യത്തിൽ അല്പസമയം മുമ്പാണ് ഈ പശ്ചിമേഷ്യയിലെ പ്രശ്നത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ റഷ്യയിൽ നിന്ന് വീണ്ടും എണ്ണ വാങ്ങുന്നതിന് തയ്യാറെടുക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നത്. അതിന് പിന്നാലെയാണ് പ്രതിരോധ മേഖലയിൽ 5083 കോടിയുടെ വലിയ കരാർ ഇന്ത്യയും റഷ്യയും ഒപ്പുവെക്കുന്നത്. ദീർഘകാലമായി ഇന്ത്യയുടെ പ്രതിരോധ പങ്കാളി തന്നെയാണ് റഷ്യ. ഇന്ത്യയുടെ മിക്ക ആയുധങ്ങളും ആദ്യഘട്ടത്തിൽ വാങ്ങിയിരുന്നത് റഷ്യയിൽ നിന്ന് തന്നെയായിരുന്നു. അതിന് പിന്നാലെയാണ് വീണ്ടും ഇത്തരത്തിലുള്ള ഒരു സഹകരണ കരാർ അല്ലെങ്കിൽ ആയുധ കരാർ ഇന്ത്യ ഒപ്പുവെക്കുന്നത്. നാവികസേനയ്ക്കായി സ്റ്റിൽ മിസൈലുകളാണ് ഇന്ത്യ വാങ്ങുന്നത്. കരയിൽ നിന്ന് വായുവിലേക്ക് തൊടുക്കാവുന്നതാണ് ഈ മിസൈലുകൾ വാങ്ങുന്ന കരാർ ഒപ്പുവെച്ചതോടുകൂടി ഇന്ത്യക്ക് ഉടൻ തന്നെ അത് ലഭ്യമാക്കുന്നതിനുള്ള നടപടികളും ഉണ്ടാകും. എന്തായാലും അതോടൊപ്പം തന്നെ 2 ഹെലികോപ്റ്റർ കൂടി കോസ്റ്റ് ഗാർഡിന് വേണ്ടി വാങ്ങാനും തീരുമാനിച്ചിട്ടുണ്ട്. ALH Mk2 ഹെലികോപ്റ്ററുകളാണ് 6 എണ്ണം വാങ്ങാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഹെലികോപ്റ്റർ കരാർ HALയുമായിട്ടാണ് പ്രതിരോധ മന്ത്രാലയം ഒപ്പുവെച്ചിരിക്കുന്നത്. വിനീത, ഫൈസൽ ഹംസയാണ് വിശദാംശങ്ങൾ നൽകിയത്. 5083 കോടിയുടെ കരാറിലാണ് റഷ്യയുമായി ഇന്ത്യ ഒപ്പിട്ടിരിക്കുന്നത്. അമേരിക്കയുടെ ഭീഷണി, ട്രംപിന്റെ ഭീഷണി, റഷ്യയുമായി ഒരു തരത്തിലും സഹകരണം പാടില്ല എന്നുള്ള വെല്ലുവിളികൾക്കിടയിലാണ് ഈ നിർണായക നയതന്ത്ര നീക്കം എന്നതാണ് ശ്രദ്ധേയമാക്കുന്നതും.